നമ്മുടെ ജീവിതത്തിൽ നിന്നും ദാരിദ്ര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു മാറ്റിക്കളയാൻ കാരണമാകുന്ന 5 ഇസ്ലാമിക ടിപ്സാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഈ 5 കാര്യങ്ങളും ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന സുന്ദരമായ 5 അമലുകളാണ്. ഏതൊക്കെയാണെന്ന് 5 കാര്യങ്ങൾ നമുക്ക് പഠിച്ചാൽ ഒരുപാട് പേര് കമന്റ് സെക്ഷനുകളിൽ ദുആ കൊണ്ട് വസിയ്യത്തുകൾ അറിയിക്കുന്നുണ്ട്. പലർക്കും പലതരത്തിലുള്ള വിഷമങ്ങളാണ് ഉസ്താദെ ദുആ ചെയ്യണമെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞവർ, ഹൃദയം നിറച്ച് ദുആ ചെയ്യുന്നവർ, അതുപോലെ കമന്റ് സെക്ഷനുകളിൽ അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ കൊണ്ട് എഴുതി അറിയിക്കുന്നവർ. അള്ളാഹു അവരുടെ ഒക്കെയും ഹലാലായ ഉദ്ദേശങ്ങൾ സഫലമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഉടനീളം പടച്ച തമ്പുരാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും അല്ലാഹു തആല കൊടുക്കട്ടെ. ഏതൊക്കെയാണ് ആ 5 കാര്യങ്ങളെന്ന് ഇൻഷാ അല്ലാഹ് വീഡിയോയിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മെ എല്ലാവരെയും പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. ഇന്നത്തെ ഈ ഒരു പ്രഭാതത്തിൽ നമ്മളുടെ ഈ ഒരുമിച്ച് കൂടൽ, ഈ സുന്ദരമായ മജ്‌ലിസിലെ ഇരുത്തം എല്ലാം അല്ലാഹു പരിപൂർണമായും ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയൊരു പരീക്ഷണമാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്, അല്ലേ പ്രിയപ്പെട്ടവരെ? ഈ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തന്നെ നമുക്ക് അതിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യത്തെ എടുത്ത് മാറ്റിത്തരാൻ കഴിയുന്ന തരത്തിൽ ജീവിതത്തിൽ നിന്ന് ആ ദാരിദ്ര്യത്തെ ഒഴിവാക്കി കളയാൻ നമ്മെക്കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു 5 കാര്യങ്ങളുണ്ട്. ആദരവായ പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെ പഠിപ്പിച്ചു തരുന്ന സുന്ദരമായ 5 കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ യാതൊരു ദാരിദ്ര്യവും പിന്നെ നമ്മെ തൊട്ട് തീണ്ടാൻ വരികയില്ല എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ സമയം കളയാതെ തന്നെ 5 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് ചെറിയൊരു ദുആ ചെയ്ത് നമുക്ക് പിരിയാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ദാരിദ്ര്യം വിട്ടുമാറാനുള്ള ഒന്നാമത്തെ കാര്യം അത് പരിശുദ്ധമായ ഇസ്തിഗ്ഫാറാണ്. എന്താണ് ഇസ്തിഗ്ഫാർ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അയ്യേ ഉസ്താദെ ഇതായിരുന്നു എന്ന് ചിന്തിക്കരുത്. കാരണം ഈ ഇസ്തിഗ്ഫാറിന് ധാരാളം മഹത്വങ്ങളുണ്ട്. അതല്ലേ ഇസ്തിഗ്ഫാർ ചൊല്ലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ സന്തോഷവും കൊണ്ടുതരുമെന്നുള്ളതാണ് ഇസ്തിഗ്ഫാർ. കാരണം ഒരു മനുഷ്യൻ റബ്ബിനോട് അവന്റെ തെറ്റ് ഏറ്റുപറഞ്ഞ് അള്ളാഹുവിലേക്ക് മടങ്ങിയിട്ട് ചൊല്ലുന്ന നാവ് കൊണ്ട്, ഹൃദയം കൊണ്ട് പറയുന്ന ദിക്റാണ് ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഈ ഇസ്തിഗ്ഫാർ എന്ന സുന്ദരമായ ദിക്ർ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ എന്നെന്നും പതിവാക്കുക. ഈ ഇസ്തിഗ്ഫാറിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ എന്താണെന്നറിയോ? നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല മഴ തരും. ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ തരുമെന്നുള്ളതാണ്. മഴ അല്ലേ? മഴ എന്ന് പറഞ്ഞാൽ നിസ്സാരമായ കാര്യമല്ല. ചില നാടുകളിൽ മഴ കിട്ടാനുണ്ടാവില്ല. അപ്പൊ അതുപോലെ തന്നെ വയുംദിദുക്കും ബിഅംവാലിൻ, അല്ലാഹു ധാരാളം സമ്പത്തിനെ അല്ലാഹു തരും എന്നുള്ളതാണ്. വബനീൻ, അല്ലാഹു മക്കളെ തരും. മക്കളെ കിട്ടാത്തവർക്ക് ഏറ്റവും നല്ല ആത്മീയ മരുന്ന് ഇസ്തിഗ്ഫാറാണ്. വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ. അപ്പൊ ഇസ്തിഗ്ഫാറാണ് ഒന്നാമത്തെ കാര്യം. ജീവിതത്തിൽ നിന്ന് പടച്ച തമ്പുരാൻ ദാരിദ്ര്യത്തെ എടുത്തു മാറ്റിക്കളയും. അള്ളാഹു കൊണ്ടുവരാൻ ഭാഗ്യം തരട്ടെ. പെട്ടെന്ന് രണ്ടാമത്തെ കാര്യം, പരിശുദ്ധമായ സുബഹി നമസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കുക. എന്ന് കരുതിയിട്ട് മറ്റുള്ള നമസ്കാരങ്ങളെ പാടെ ഒഴിവാക്കണമെന്നല്ല ഈ പറയുന്നത്. സുബഹി നമസ്കാരങ്ങൾ പരിപൂർണമായും കൃത്യമായി ഒഴിവാക്കാതെ നിസ്കരിക്കണം. മറ്റു നിസ്കാരങ്ങൾ എളുപ്പത്തിൽ നിസ്കരിക്കാൻ കഴിയുമല്ലോ. കാരണം ഉറക്കം എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല, ബുദ്ധിമുട്ടണ്ട, അങ്ങനെ ഒന്നും മറ്റു നിസ്കാരങ്ങൾക്ക് ബാധകമല്ല. പക്ഷെ ഈ ഉറക്കം ഇത് സുബഹിക്ക് വല്ലാത്ത ബാധകമാണ്, അല്ലേ? അപ്പൊ അങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതോടൊപ്പം തന്നെ സുബഹി നമസ്കാരവും മറ്റു ഫർള് നിസ്കാരങ്ങളും കൃത്യമായി നിർവഹിക്കുക. അപ്പം നിസ്കാരമില്ലാതെ ഒരു പണിയും നടക്കൂല. ഒരു ദാരിദ്ര്യം
എടുത്തു മാറ്റാൻ നമ്മൾ ആഗ്രഹിച്ചാൽ അത് നിസ്കാരം ഇല്ലെങ്കിൽ അത് നടക്കൂല എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം സ്വതക്ക നൽകുക എന്നുള്ളതാണ്. നമ്മളെ ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, നമ്മുടെ കയ്യിൽ ഒരുപാട് സമ്പത്ത് പലപ്പോഴായി വന്നിട്ടുണ്ട്. ഈ സമ്പത്തിനെ നമ്മൾ വേണ്ട വിധത്തിൽ ചിലവഴിക്കാറില്ല, അനാവശ്യമായിട്ട് ദൂർത്തടിച്ച് കളയുക ചെയ്യുക. പിന്നെ എങ്ങനെ ദാരിദ്ര്യം വരാതിരിക്കും? അനാവശ്യമായി ദൂർത്തടിച്ച് കളയാതിരിക്കുക. ജീവിതത്തിൽ ഉതകുന്ന സ്വതക്കകൾ, ജാരിയായ സ്വതക്കകൾ. ഈ സ്വതക്ക നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം എടുത്തു മാറ്റിക്കളയുമെന്ന് മാത്രമല്ല, ആഖിറത്തിലെ ഖബറിലേക്ക് കടന്നില്ലല്ലോ, അവിടെയും ആ സ്വതക്ക കടന്നു വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ സ്വതക്ക വലിയ കാര്യമാണ്. സ്വതക്ക മൂലം ഒരു കാരണവശാലും സമ്പത്ത് കുറഞ്ഞു പോവില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല തരും വേറൊരു വഴി കൂടി, മറ്റു വഴികളിലൂടെ അല്ലാഹു തആല സ്വതക്ക കൊടുത്തവന് അല്ലാഹു സമ്പത്ത് നൽകിക്കൊണ്ടിരിക്കും. അല്ലാഹു അങ്ങനെ ജീവിതത്തിൽ നമുക്ക് തരട്ടെ. അപ്പൊ മൂന്നാമത്തെ കാര്യം സ്വതക്കയാണ്. സ്വതഖത്തു റദ്ദുൽ ബല. പടച്ച തമ്പുരാൻ നമ്മിലേക്ക് എന്തെങ്കിലും ഒരു ബലാ വിധിച്ചു വെച്ചിരിക്കുകയാണെന്ന് വെച്ചു, ആ സമയത്ത് നമ്മളൊരു സ്വതക്ക നൽകി. ഇങ്ങനെ ഈ സ്വതക്ക കാരണമായിട്ട് അല്ലാഹു തആല നമ്മുടെ ബല തട്ടിമാറ്റി തരും. ഒരു ആക്സിഡന്റ് ആവട്ടെ, എന്തെങ്കിലും ഒരു മാരക രോഗം കൊണ്ടാവട്ടെ, ഇങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു നമ്മെ പരീക്ഷിക്കാൻ വേണ്ടി, മുസീബത്ത് തരാൻ വേണ്ടി അല്ലാഹു തആല നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഖദറിനെ പടച്ച തമ്പുരാൻ ഈ സ്വതക്ക മൂലമായിട്ട് തട്ടിക്കളയുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറണോ, സമ്പത്ത് വന്നോ കൂടണോ പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് സ്വതക്ക കൊടുത്താലേ എന്ത് ചെയ്യുള്ളൂ, കൊടുത്താൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുള്ളൂ. അങ്ങനെ കൊടുക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. നാലാമത്തെ കാര്യം ബന്ധങ്ങൾ നിലനിർത്തുക എന്നുള്ളതാണ്. സിലത്തുർ റഹീം. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ, വ്യക്തിബന്ധങ്ങൾ എല്ലാം നിലനിർത്തണം. ഒരാളെയും വേദനിപ്പിക്കാതെ മാതാപിതാക്കളുമായും കുടുംബ ബന്ധങ്ങളുമായും നല്ല ബന്ധം പുലർത്തണം. ഇത് മാതാപിതാക്കളുമായിട്ടും കുടുംബ ബന്ധവുമായിട്ട് നല്ല രീതിയിൽ ബന്ധം പുലർത്തുന്ന ഒരു മനുഷ്യനെ അല്ലാഹു തആല എന്ത് ചെയ്യും? റിസ്ഖിനെ വിശാലമാക്കി കൊടുക്കുമെന്നാണ്. അപ്പൊ അതിലൂടെ ദാരിദ്ര്യത്തെ ഒഴിവാക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമെന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം ഈ ദുആ, ഈ പറയാൻ പോകുന്ന സുന്ദരമായ ദുആ സ്ഥിരമായിട്ട് ചൊല്ലണം പ്രിയപ്പെട്ടവരെ. എല്ലാ ദിവസവും മുടങ്ങാതെ ഈ സുന്ദരമായ ദുആ എന്നും ചൊല്ലണം. ഇൻഷാ അല്ലാഹ് ചൊല്ലൂലേ? ചൊല്ലാം ഉസ്താദേ എന്ന് ഇൻഷാ അല്ലാഹ് കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കണം പ്രിയപ്പെട്ടവരെ. ഏതാണ് ആ ദുആ? പഠിച്ചു വെച്ചോളി. اللهم اكفني بحلالك عن حرامك وأغنني بفضلك عمن سواك اللهم اكفني بحلالك. അള്ളാഹുവേ നിന്റെ ഹലാല് കൊണ്ട് എന്നെ മതിയാക്കണേ തമ്പുരാനെ. അൻ ഹറാമിക, എനിക്ക് ഹറാമ് വേണ്ട റബ്ബേ, ഹറാമിനെ തൊട്ടെന്നെ മതിയാക്കണേ അല്ലാഹ്. വഗ്നിനി ബിഫളിക, നിന്റെ ഔദാര്യം കൊണ്ട് എന്നെ നീ ഐശ്വര്യവാനാക്കണേ അല്ലാ എന്നർത്ഥം വരുന്ന സുന്ദരമായ ദുആയാണ്. അങ്ങനെ ഈ 5 കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ, സന്തോഷം വന്ന് ചേരും, സമാധാനം വന്നണയും. അതിൽ സംശയമില്ലാത്ത കാര്യമാണ്. ദാരിദ്ര്യങ്ങളൊക്കെ അല്ലാഹു തആല എടുത്ത് അപ്പോഴേ മാറ്റിത്തരും. സംശയം ഉണ്ടോ? ചെയ്തു നോക്കുകയുള്ളൂ. ചെയ്തു നോക്കാമെന്ന നിയത്തിൽ ചെയ്യരുത്. ഇത് പരീക്ഷിച്ചു നോക്കാം, ഈ പരീക്ഷണത്തിൽ വിജയിച്ചാലോ എന്ന രീതിയിൽ ചെയ്യരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരടിമ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ രീതിയിൽ ചെയ്ത് റബ്ബിനോട് ദുആ ചെയ്ത് അള്ളാഹുവിൽ നിന്ന് അവൻ്റെ ഔദാര്യത്തെ ചോദിച്ചു വാങ്ങാൻ നമ്മളെ കൊണ്ട് കഴിയണം. അങ്ങനെ കഴിയുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും യഥാർത്ഥ മുഅ്മിനീങ്ങളായിട്ട് മാറുക. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഒരുപാട് പേര് കമന്റ് സെക്ഷനുകളിൽ ദുആ കൊണ്ട് വസിയത്തുകൾ അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെയും അവരുടെ ആഗ്രഹങ്ങൾ മുഴുവനും സാധിപ്പിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതങ്ങളിൽ ഉടനീളം സന്തോഷവും സമാധാനവും സംതൃപ്തിയും പടച്ച തമ്പുരാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ഖൈറായ കുടുംബ ജീവിതം കൊടുക്കട്ടെ. വിവാഹം നടക്കാതെ വിഷമിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അള്ളാഹു അനുയോജ്യരായ വധൂവരന്മാരെ അവരിലേക്ക് അടുപ്പിക്കട്ടെ. മക്കളെ കിട്ടാതെ വിഷമിക്കുന്നവർ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളായ നല്ല സന്താനങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ നിർത്തട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.